ആർമിയിൽ ചേരണം എന്ന ആഗ്രഹം ആദ്യമായി പറഞ്ഞ ആരോടാണ്? Obviously, my mother. ആ, അവരുടെ ഒരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു, മദറിൻ്റെയും ഫാദറിൻ്റെയും മറ്റും? They are amazing. Like my father, he's an excellent human being. Like he's a representative of every other fathers in this world, I will say. No expectations, nothing. Like he will just love his kids for what they are, and he will support us for anything. Like obviously every other father also is like that. അവരൊരിക്കലും പറയാറില്ല ഞാനിത് ചെയ്യുന്നു എന്ന്. അവർ സൈലൻ്റ്ലി അവർ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഹീസ് an excellent example of that. അമ്മ കുറച്ചും കൂടെ ഇത്തരം കാര്യങ്ങളിൽ പ്രതികരിക്കും, അച്ഛൻ അതിനെ സപ്പോർട്ട് ചെയ്യും മനസ്സിൽ, അങ്ങനെയാണല്ലേ? അമ്മയുടെ പേരോട് ചേർത്താണ് പേര് വെച്ചിരിക്കുന്നത്, രാജലക്ഷ്മി എന്നുള്ള പേര്. അതുമാണ് ഏറെ പ്രത്യേകതയുള്ള പേരാണ്. അപ്പം ഈ അന്നത്തെ ഒരു ഇൻസിഡൻറ്റിൻ്റെ തൊട്ട് മുൻപ് 2017 സംഭവമാണ് ഞാൻ പറയുന്നത്. തൊട്ട് മുൻപ് അമ്മയെ ഫോൺ ചെയ്തിരുന്നു എന്ന് കേട്ടിട്ടുണ്ട്. അപ്പം അമ്മയെ ഫോൺ സംസാരിച്ചിരുന്നല്ലോ, തൊട്ട് മുമ്പായിരുന്നോ? അപ്പോൾ എന്താ അമ്മയോട് പറഞ്ഞത്? Nothing. I don't want to repeat all these things. അപ്പോൾ അതിന് ശേഷം പിന്നെ അമ്മയോട് സംസാരിക്കാൻ പറ്റിയത് എന്നാണ്? I was under tracheostomy, so സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല കുറേ മാസങ്ങളോളം. അപ്പോൾ പിന്നെ വന്ന് കണ്ടിരുന്നു. So but no one cried in front of me. അത് തന്നെയായിരുന്നു ഏറ്റവും വലിയ ഒരു ശക്തിയും. കാരണം അത്രമാത്രം ശക്തമായ ഒരു സപ്പോർട്ടാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളൊരു പേഷ്യൻറ്റിനെ കാണുമ്പോൾ നമ്മൾ പോയി അവരുടെ മുമ്പിൽ നിന്ന് കരഞ്ഞു കഴിഞ്ഞാൽ അവരെ നമ്മൾ തളർത്തുകയാണ് ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ശക്തമായ സപ്പോർട്ട് അവർക്ക് വേണ്ടി കൊടുക്കുകയാണെങ്കിൽ they will never realize the pain for that matter. ഈ കേരളത്തിലേക്ക് വന്നു, കേരളത്തിൻ്റെ ഒരുപാട് സ്നേഹം ഇപ്പോൾ ഏറ്റുവാങ്ങുന്നുണ്ട് അല്ലേ? അതൊരു വല്ലാത്ത ഒരു ഫീല് തരുന്നില്ലേ? നമ്മുടെ ഒരു മലയാളി ഈ കുറച്ചുകൂടെ ഈ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് താങ്കളെ ഇവിടെ അംഗീകരിക്കുന്നു, അത്തരത്തിൽ താങ്കളെ കരുതുന്നു എന്ന് പറയുമ്പോൾ? അംഗീകാരത്തിന് വേണ്ടി ഞങ്ങൾ ഒരിക്കലും വർക്ക് ചെയ്തിട്ടില്ല. മനസ്സിൽ നമുക്കൊരു പിന്നെ അമ്മമാരുടെ ജോലി ചെയ്താലും ഈ ഫീല് കിട്ടുമെന്ന് തോന്നുന്നില്ല. എല്ലാ ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട് എന്ന് വിശ്വസിക്കുന്നു ഞാൻ. പിന്നെ അച്ഛനും ഈ അമ്മമാരുടെയൊക്കെ മെസ്സേജുകൾ കാണാറുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ ഒരുപാട് സന്തോഷം തോന്നാറുണ്ട്. ഈ കേരളത്തിൽ വയനാടിന് മുൻപും വയനാടിന് ശേഷമാണല്ലോ അല്ലേ കുറച്ചുകൂടി ഒരു ആളുകൾ ഒരു ഫാൻ ആയി മാറുന്നത് താങ്കളുടെ പലരും? അങ്ങനെയില്ല, അങ്ങനെയൊന്നും കരുതാറില്ല, അങ്ങനെ കരുതാറില്ല. ശരി. അപ്പോൾ മറ്റ് കാര്യങ്ങളിലേക്ക് കടന്നു കഴിഞ്ഞാൽ നമുക്കിനിയും ഈ ഒരുപാട് ആളുകൾ, ഒരുപാട് യുവതലമുറ, ഒരുപാട് പേർ ഇപ്പോൾ നേരത്തേതിനേക്കാളും കുറച്ചുകൂടി ആർമിയിലേക്കും നമ്മുടെ വരാൻ ആഗ്രഹിക്കുന്നുള്ളതായിട്ട് കരുതുന്നുണ്ടോ? ഇപ്പോൾ എന്താ ഒരു മാറ്റം ഫീൽ ചെയ്യുന്നത്? ഒബ്വിയസ്ലി. കാരണം ഇപ്പോൾ കേരളത്തിൽ തന്നെയാണെങ്കിലും എനിക്ക് വന്ന മെസ്സേജസൊക്കെ ഞാൻ വായിക്കുമ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഒരു ദേശസ്നേഹം അല്ലെങ്കിൽ ആർമി എന്താണ് എന്ന് ഇതുവരെ മലയാളികൾക്ക് അറിയില്ലായിരുന്നു. ഇപ്പം ഞാൻ ചോദിക്കുകയാണ്, ആർമിയും CRPയും BSFും CISFും ഒക്കെ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പോലും പലർക്കും അറിയില്ല. അതുതന്നെ പലപ്പോഴും വിഷമിപ്പിച്ചിട്ടുണ്ടെന്ന് തന്നെ പറയാം. അപ്പോൾ ഇന്ത്യൻ ആർമി എന്താണെന്ന് കുറച്ചുകൂടി കേരള ജനത മനസ്സിലാക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.